केरला में कानून व्यवस्था का हाल भी बहुत बुरा है। यहां तक कि चर्च के पादरी भी हिंसा के शिकार हो रहे हैं। നമസ്കാരം. ഈ വീഡിയോ വേണ്ട എന്ന് തീരുമാനിച്ചതായിരുന്നു. പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ കേരളത്തിൽ ചർച്ചിനും പാതിരിമാർക്കും രക്ഷയില്ല എന്ന് പത്തനംതിട്ടയിൽ വന്ന് പ്രസംഗിച്ചതുകൊണ്ട് ഇത് പറയൽ നിർബന്ധിതമാണെന്ന് എനിക്ക് തോന്നുന്നു. പറഞ്ഞു വരുന്നത് ഈരാറ്റുപേട്ടയിലെ സംഭവമാണ്. ഈരാറ്റുപേട്ടയിൽ ചർച്ചിൻ്റെ മുന്നിലെ ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ട് ഒരുപറ്റം ചെറുപ്പക്കാർ, അതിൽ ബഹുഭൂരിഭാഗവും മുസ്ലിം ചെറുപ്പക്കാരാണ് എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലാവുന്നത്. ആരായാലും ഒരാളും തന്നെ ഒരു ചർച്ചിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് ബൈക്ക് റേസിംഗ് നടത്തുന്നതും അതേപോലെ തന്നെ അപകടകരമായിട്ട് വാഹനം ഓടിക്കുന്നതും ഒന്നും അംഗീകരിക്കാൻ കഴിയില്ല. ആവശ്യമായ നടപടി പോലീസിൻ്റെയും മോട്ടോർ വാഹന വകുപ്പിൻ്റെയും ആവശ്യമായ ഉചിതമായ നടപടി അവർക്കെതിരെ സ്വീകരിച്ചേ പറ്റുള്ളൂ. അവിടെ ചർച്ചിൻ്റെ ഉള്ളിൽ നിന്ന് ഒരച്ഛൻ ഇറങ്ങി വരികയും ഇത് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ സമയത്ത് അത് അവസാനിപ്പിക്കാതെ ഒരു ഏറ്റുമുട്ടലിൻ്റെ രീതിയിൽ ഇവർ ബഹളം ഉണ്ടാക്കുകയും ഒരു ബൈക്ക് അച്ഛന് തട്ടുകയും അച്ഛൻ വീഴുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ എനിക്ക് മറ്റൊരു തരത്തിൽ മനസ്സിലാവുന്നത്, ഒരു പ്രായം കുറഞ്ഞ അച്ഛൻ യൂണിഫോം ഇല്ലാതെയായിരുന്നു താഴെ വന്നത്. അച്ഛനാണെന്ന് മനസ്സിലായില്ല എന്നാണ് കുട്ടികൾ പറയുന്നത്. ഒരു പക്ഷേ കാര്യം ഉണ്ടാവാം. പക്ഷേ ഇനി ആരായാലും, അച്ഛൻ യൂണിഫോമിലായാലും അല്ലെങ്കിലും ഒരു വിശ്വാസി തന്നെ വന്ന് പറഞ്ഞാലും അവിടെ ബൈക്ക് റേസിംഗ് നടത്താൻ പാടില്ല. ബൈക്കുകൾ പുറത്ത് കൊണ്ടുപോകേണ്ടതാണ്, അനുസരിക്കേണ്ടതായിരുന്നു. അനുസരിക്കാതെ അവിടെ കുഴപ്പമുണ്ടാക്കുകയും അവിടെ പ്രകോപനം ഉണ്ടാക്കുകയും ചെയ്ത ആ കുട്ടികൾക്കെതിരെ കർശനമായ നടപടി പോലീസ് സ്വീകരിക്കുന്നുണ്ട്. അവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതേക്കുറിച്ച് എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. കേരള പോലീസ് ഗൗരവമായി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനൊരു വർഗീയമായിട്ട് ക്രിസ്തുമതത്തിനെതിരായ അക്രമമാണ്, അച്ഛനെ നേരെയുള്ള അക്രമമാണ് എന്ന് വരുത്തി തീർക്കുന്നത് അംഗീകരിക്കാനും കഴിയില്ല. അത് ശരിയായ രീതിയുമല്ല. ഒരിക്കലും ഒരു അച്ഛന് നേരെയുള്ള അക്രമമോ അല്ലെങ്കിൽ ഒരു ചർച്ചിന് നേരെയുള്ള അക്രമമോ ആയിട്ട് അതിനെ കാണേണ്ടതില്ല. കുട്ടികളുടെ കുരുത്തക്കേട് ഒരു പ്രകോപനപരമായ ആ പ്രായത്തിൻ്റെ അനുസരണക്കേടായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അതിനാവശ്യമായ കർശനമായ നടപടി സ്വീകരിക്കുകയും വേണം. ഇവിടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി BJP ഇടപെട്ടുകൊണ്ട് അതിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ അത് തെറ്റാണെന്ന് പറയാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. രണ്ടാമത് ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞു, കേരളത്തിലെ ഒരു ചർച്ചും പാതിരിയും ആക്രമിക്കപ്പെട്ടിട്ടും കേരള ഗവൺമെൻറ് നോക്കുകുത്തിയാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം 2023 പുറത്തിറക്കിയ ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യയിലെ 23 സംസ്ഥാനങ്ങളിൽ വ്യാപകമായിട്ട് ക്രിസ്ത്യാനികൾക്ക് നേരെ അക്രമം നടക്കുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ നടന്നത് BJPയുടെ യോഗി മുഖ്യമന്ത്രിയായിരിക്കുന്ന ഉത്തർപ്രദേശിൽ 287 അക്രമങ്ങളാണ് അവിടെ കന്യാസ്ത്രീകൾക്കും പാതിരിമാർക്കും പാസ്റ്റർമാർക്കും ചർച്ചുകൾക്കുമെതിരെ നടന്നിരിക്കുന്നത്. BJP ഭരിക്കുന്ന മധ്യപ്രദേശിൽ 35ഉം BJP ഭരിക്കുന്ന കർണാടകയിൽ 18ഉം അക്രമങ്ങൾ നടന്നിരിക്കുന്നു. അങ്ങനെ ഗുജറാത്തിൽ 8, അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ സംസ്ഥാനമായ ഗുജറാത്തിൽ 8 അക്രമങ്ങൾ നടന്നിരിക്കുന്നു. രാജസ്ഥാനിൽ 7 നടന്നിരിക്കുന്നു. ഒറീസയിൽ 8 നടന്നിരിക്കുന്നു. ഇനി ഓരോ വർഷവും നടന്നിരിക്കുന്ന അക്രമങ്ങളുടെ കണക്കെടുത്ത് പരിശോധിച്ചാൽ 2014 147 അക്രമങ്ങളാണ് ക്രിസ്ത്യൻ സമുദായത്തിനെതിരെ നടന്നിരുന്നതെങ്കിൽ അത് 2015 BJPയുടെ നരേന്ദ്രമോദി, അത് ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ബഹുമാന്യനായ ആദരണീയ നരേന്ദ്രമോദിജി എന്ന് സുരേന്ദ്രൻ പറഞ്ഞു, ലോക ആരാധ്യനായ, ആരാണ് ആരാധിക്കുന്നത് എനിക്കറിയില്ല, ഏതായാലും അദ്ദേഹം പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ 147 അക്രമങ്ങൾ 2014 നടന്നത് 2015 175 ആയി, 2016 208 ആയി, 2017 240 ആയി, 2018 അത് 292, 2019 328, 2020 279. അപ്പോൾ പറയും കുറഞ്ഞതല്ല, കോവിഡ് ആയതുകൊണ്ട് അക്രമികൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കാത്തത് കൊണ്ട് ഉള്ള കുറവാണ്. 2021 505 ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെട്ടു. 2022 599 ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെട്ടു. 2023 687 ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെട്ടു. ഇനി 2023 മണിപ്പൂരിൽ അവിടെ നടന്നിരിക്കുന്ന കലാപത്തിൽ 175 ക്രിസ്തുമത വിശ്വാസികളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. 1000 ആളുകളാണ് അതിഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. അതേപോലെ തന്നെ 5000 കേസുകൾ, ഭവനവേദനത്തിനും അക്രമത്തിനും 5000 കേസുകൾ അവിടെ ഉണ്ടായിരിക്കുന്നു. 254 ചർച്ചുകളാണ് ഒന്നുകിൽ കത്തിക്കപ്പെടുകയോ തകർക്കപ്പെടുകയോ ചെയ്തത്. ഇതൊക്കെ തന്നെ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് കൊടുത്ത നിവേദനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ രാജ്യത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, കേരളത്തിലെ കാര്യം കേരളത്തിലെ ജനങ്ങൾ നോക്കും. ഒരു ക്രിസ്ത്യൻ ചർച്ചിനും ഒരു പാതിരിക്കും ഒരു പോറൽ പോലും ഏൽക്കാതെ നോക്കാനും സംരക്ഷിക്കാനും കേരളത്തിലെ ജനങ്ങളുണ്ട്. അത് പ്രതിരോധിക്കാൻ ക്രിസ്ത്യാനികൾ തന്നെ യോഗ്യരാണ്, അതിന് കഴിവുള്ള ആളുകളാണ്. കേരളത്തിലെ ജനങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങൾ ഏത് മതക്കാരായാലും
അവരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തടയാനും പ്രതിരോധിക്കാനും ഒക്കെ സാധിക്കും. ഇവിടെ അടിവരയിട്ട് പറയുന്നു, ഒരു മതത്തിനെതിരായ അക്രമമല്ല നടന്നത്. പക്ഷേ മതസ്ഥാപനത്തിൻ്റെ മുന്നിൽ വെച്ച് നടന്ന ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത അത്തരത്തിലുള്ള പ്രകോപനപരമായ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ കേരളത്തിന് സാധിക്കും. പോലീസ് നടപടിയെടുക്കുന്നു. പക്ഷെ അങ്ങ് ചെയ്യേണ്ടത് ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിനോടും അതേപോലെ മധ്യപ്രദേശിലും മണിപ്പൂരിലുമൊക്കെ തന്നെ അവിടെ ഈ രൂപത്തിൽ വ്യാപകമായി ആക്രമിക്കപ്പെട്ട ജനങ്ങൾക്ക് നീതി ഉറപ്പുവരുത്താനാണ് ശ്രമിക്കേണ്ടത്. ഇവിടുത്തെ കാര്യം കേരളത്തിലെ പോലീസും ഗവൺമെൻറ്റും ജനങ്ങളും നോക്കിക്കൊള്ളും. അങ്ങ് ദയവ് ചെയ്ത് അങ്ങയുടെ മുഖ്യമന്ത്രിമാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പാവപ്പെട്ട ക്രിസ്ത്യാനികളെ ചുട്ടുകൊല്ലുകയാണ്, അവരെ നഗ്നരായി നടുറോഡിലൂടെ ഓടിക്കുകയാണ്, ചർച്ചുകൾ തകർക്കുകയാണ്, കത്തിക്കുകയാണ്. ഓരോ ദിവസവും 2 വീത അക്രമങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഒരു ദിവസം 3 വീതമാണ് ആക്രമിക്കപ്പെടുന്നത്. ഇത് അവസാനിപ്പിക്കാനാണ് അങ്ങ് ദയവ് ചെയ്ത് ശ്രമിക്കേണ്ടത്. വെറുതെ ഇവിടെ വന്നിട്ട് കുത്തി ഇളക്കരുതെന്ന് അങ്ങയോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അങ്ങ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, രാജ്യത്തെ മുഴുവൻ ഒരുപോലെ നോക്കേണ്ട ആളാണ്. ഇത്രയും തരംതാണ രൂപത്തിൽ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു ചെറിയ വിഷയത്തെ കുത്തിപ്പൊക്കിക്കൊണ്ട് വോട്ട് പിടിക്കുന്നത് കാണുമ്പോൾ നാണക്കേടാണ് തോന്നുന്നത്, ലജ്ജ തോന്നുന്നു. അങ്ങയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ആ ഒരു ഭരണത്തിന് കീഴിലാണല്ലോ എന്നെപ്പോലെയുള്ള പൗരന്മാർ ജീവിക്കുന്നതെന്ന് ഓർത്ത് ലജ്ജ തോന്നുന്നു. നന്ദി, നമസ്കാരം.